വീഡിയോ ഡീൽ ചെയ്യുന്നത് കമ്മ്യൂണിസത്തെ പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 90കൾ നിറയെ ബുക്സുകളുണ്ട്. അന്നെന്ന് പറയുന്ന നേരത്ത് ശരിക്കും പറഞ്ഞാൽ ലോകം തന്നെ ഒരു ഇപ്പോഴത്തെ പോലെ മൾട്ടി പോളർ അല്ല. അതായത് പൊതുവെ എന്ന് പറയുന്ന നേരത്ത് അന്ന് അമേരിക്കയും പാശ്ചാത്യ രാജ്യവും ഒരു വശം, പിന്നെ USSR എന്ന് പറഞ്ഞിട്ട് സോവിയറ്റ് യൂണിയനും, പിന്നെ ഈസ്റ്റ് ജർമ്മനി, അങ്ങനെയൊക്കെ ഒരു വേറെ വശം അടുത്ത സൈഡായിട്ട് എതിർപക്ഷമായിട്ട് അങ്ങനെയായിരുന്നു സംഭവം പോയിക്കൊണ്ടിരുന്നത്. അതെന്ന് പറയുന്നത് അപ്പോൾ പല ബുക്സ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ബുക്സൊക്കെ വായിക്കാൻ നേരത്ത് നമുക്ക് തന്നെ തോന്നും, എടാ ഇത്ര നാൾ തന്നെ എങ്ങനെയാണ് അവരൊക്കെ പോയെന്ന് നമുക്ക് തോന്നും. ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ പോയി അവസാനം USSR പൊളിഞ്ഞു, പല രാജ്യങ്ങളായിട്ട് അത് സ്പ്ലിറ്റ് ആയിപ്പോയി. ഈ അടുത്തിടയ്ക്ക് റഷ്യ കയറി ക്രൈമിയ പിടിച്ചു, ഒരു എന്താ പറയുക, പിന്നെ ഉക്രൈനെ ചെറുതായിട്ട് പിടിക്കാൻ നോക്കുന്നുണ്ട്. അതിപ്പം യുദ്ധത്തിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരാൻ നേരത്ത് ഇപ്പം ഈ മനസ്സിലാവുന്ന രീതി, അപ്പോൾ ബുക്സ് വളരെ സിമ്പിളായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്താ പറയുക ഇപ്പം ഈ കമ്മ്യൂണിസം ഫ്ലോപ്പ് ആവുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ബുക്സ്. അതിൻ്റെ ഉദാഹരണം പറയണമെന്ന് പറയുന്ന നേരത്ത് നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ. ഈ സൗത്ത് കൊറിയ നമുക്കറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം, കേരളത്തിലുള്ളവർക്ക് എല്ലാം അറിയാം. സൗത്ത് കൊറിയ എന്ന് പറയുന്ന നേരത്ത് അവിടെ പോകുന്നതെന്ന് പറയുന്ന നേരത്ത് മറ്റേ മുതലാളിത്ത ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടാണ് പോകുന്നത്. ഈ ക്യാപിറ്റലിസ്റ്റായിട്ട് പോകുന്നത് കാരണം അവിടെ നിന്നാണ് നമ്മൾ നോക്കാൻ നിർത്തുന്നത്. അവർ ഇതാണ് വളരെ എന്താ പറയുക, ഇപ്പം നല്ല വെൽത്തിയാണ്, മീൻസ് നല്ല എല്ലാവർക്കും നല്ല വരുമാനമൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. നമ്മളിപ്പം ഉണ്ടായി സാംസങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്നാ അറിയാം. പിന്നെ മ്യൂസിക്കിൽ BTS അതെല്ലാം അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്ന നേരത്ത് അവർ പറയുന്ന നേരത്ത് നോക്ക്, രണ്ടുപേരും സെയിം ഇതാണ്, റേസാണ്. അപ്പോൾ സെയിം റേസ് ഒരെണ്ണം എന്ന് പറയുന്ന നേരത്ത് ഇതായി കമ്മ്യൂണിസ്റ്റ്, ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്ന നേരത്ത് ലൈൻ വരെ ഉണ്ട് അവിടെ. ആ ലൈനിൻ്റെ ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്ന നേരത്ത് മറ്റേ സൗത്ത് കൊറിയയാണ്. അവർ വളരെ എന്താ പറയുക വെൽത്തിയാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന വിചാരം എന്ന് പറയുന്ന നേരത്ത്, അതായത് മിക്ക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അങ്ങനെ ഇത് ചെയ്തില്ല, മീൻസ് അധികം നാളെ നിന്നില്ല. അതൊരു ശരിയാണ്. നമ്മൾ ഒരു 30 വർഷം പുറകോട്ട് നോക്കാൻ പറ്റും. കുറേ രാജ്യങ്ങളുണ്ടായിരുന്നു, പലതും അവരുടെ പരിപാടി അടച്ചുകൂട്ടി. പക്ഷെ ചൈനയാണ്, അതാണ് മാത്രം അതിനകത്ത് ഇവരെല്ലാം തെറ്റിപ്പോയി. അതായത് പാശ്ചാത്യ രാജ്യത്തിൽ എഴുതിയവരെല്ലാം എന്താ പറയുക, ഇനങ്ങനെ എഴുതിയത് എന്തായാലും എന്താ പറയുക, ഭാവി എന്ന് പറഞ്ഞാൽ നേരത്തെ കട്ടപ്പുക എന്ന് പറഞ്ഞാൽ എഴുതിയവരെല്ലാം അതിനകത്ത് തെറ്റിപ്പോയി. ചൈന തെറ്റിപ്പോയി. അവരുടെ ഭാവി അവർ നല്ലപോലെ സ്കെച്ച് ചെയ്തു. അത് എങ്ങനെയാണെന്ന് പറയാൻ നേരത്തെ അവിടെ പോയി ജീവിച്ചാലേ ഉള്ളൂ നമുക്ക് കറക്റ്റ് പിക്ചർ നടക്കുകയുള്ളൂ. അത് മനസ്സിൽ കറക്റ്റ് പിക്ചർ കിട്ടുള്ളൂ. അത് കറക്റ്റാണ്. അത് അല്ല വേറെ വഴിയില്ല. മീൻസ് നമുക്കിപ്പോൾ എന്ന് പറയുന്ന നേരത്ത് മാധ്യമങ്ങളൊന്നും എന്ന് പറയുന്നത് മാധ്യമങ്ങളൊക്കെ അടച്ചു കൂട്ടി. അതായത് വേറെ ഒന്നുമില്ല, ആരും ഇപ്പോൾ സത്യസന്ധമായിട്ടൊന്നും പറയാറില്ല. അതാണ് വലിയ കുഴപ്പം. അപ്പം നമ്മളവിടെ ചെന്നിട്ട് എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന പോലെ തന്നെ, അതായത് ഇവർ ഭയങ്കര ക്രൂരന്മാരാണ് അവിടെ ഭരിക്കുന്നവർ. അത് പൊതുവെ പാർട്ടിക്കുലർലി ചൈനയല്ല, പ്രത്യേകിച്ച് ചൈനയല്ല, എല്ലാം കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ ഭയങ്കര ക്രൂരന്മാരാണ്, ഇങ്ങനെയൊക്കെയാണ് പറയണം. അത് നമ്മളവിടെ പോയി ജീവിച്ചാലേ ആളൂ ഇവരെങ്ങനെയാണ് ഇതെന്താ പറയുക ഇത്രയും മാറ്റം വരുത്തി. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ തൊട്ട് പുറകെ തന്നെയാണ്. അങ്ങനെ അത്രയ്ക്ക് പെട്ടെന്നാണ് അവർ അത്രയും വലുതായത്. അത് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടി തന്നെ. താങ്ക് യു.